ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ തന്നെ നമ്മുടെ വീക്കെൻഡ് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ സ്ഥിരം പാർക്കിലേക്കാണ്. അവിടെ നെച്ചും റാഷിക്കൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തെ ഭയങ്കര വലിയ പാർക്കാണ് കേട്ടോ. കുറേ ആൾക്കാരുണ്ടോ. അങ്ങനെ നമ്മൾ ഫൈനലി നെച്ചുവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നെച്ചുവിനെ കുറേ ഈച്ചല്ല കുറേ പാറ്റകൾ പൊതിഞ്ഞ കഥകളാണ് നെച്ചു, അല്ല പ്രാണികൾ, പ്രാണി പൊതിഞ്ഞ കഥ പറയാണ്. നെച്ചുവിൻ്റെ ബേക്കിൽ കുറേ പ്രാണികൾ വന്നെന്ന് ഭയങ്കര ഇതിൽ പറയാണ്. ഓൺ വോയിസ് കൊടുക്കാത്തതെന്ന് വെച്ചാൽ ഭയങ്കര സൗണ്ടാണ്, അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അങ്ങനെ നെച്ചുവിൻ്റെ പ്രാണിക്കഥകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അതിൻ്റെ ഇടയിൽ ഇതാ റാഷിക്ക വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ റാഷിക്ക ഉള്ളതിനെ കൊണ്ടായിരിക്കും പ്രാണി പൊതിഞ്ഞ് പറഞ്ഞ് ചെറുതായിട്ട് റാഷിക്കൊക്കെ ഒരു താങ്ങും താങ്ങി. അപ്പോൾ നമ്മുടെ എമ്മക്കുട്ടി ഉറങ്ങുകയാണ്. നിങ്ങൾ കഴിക്കൂലല്ലോ ബീലബാൻ വാങ്ങിയാല്? എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടല്ല, പിന്നെ ഇഷ്ടമില്ലാത്ത സാധനം ഞാൻ കഴിക്കലുണ്ട്. പക്ഷെ ഇപ്പൊ നേരത്തെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞു. മണക്കോ ഫുള്ള് തിന്നു. നമ്മളെനിക്ക് ഇഷ്ടമല്ലോ എന്നിട്ട് ഒരു ചമ്പ് ബിരിയാണി ഇഷ്ടമല്ല കഴിക്കുന്ന ഇഷ്ടമല്ല തിന്നലാലോ. ഇല്ലല്ല എന്നോട് എത്ര പറഞ്ഞാലും ഞാൻ ദിവസം കഴിക്കലുണ്ടല്ലോ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതേ പറഞ്ഞ ഫുഡില്ല. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ പാർക്കിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ വെച്ച പോകുന്ന ഇൻസ്റ്റാഗ്രാം റീൽസ് ഉണ്ട്. ബീലബാൻ്റെ ആദ്യം ഞങ്ങൾ പോയിട്ടുണ്ട്. ഞാൻ പോയിക്കില്ല കേട്ടോ ഇതുവരെ. ഇവള് പോയില്ല, ഞാൻ പോയിട്ടുണ്ട്. എന്നെ കൂട്ടാണ്ട് പോയി. എന്താ ഇനി വരാന്? ഈ നാട്ടിലായിരിക്കും, അല്ലാണ്ട് ഇവളുണ്ടാകാൻ സാധ്യത ഉണ്ട്. അപ്പം ഇന്ന് നമ്മൾ അവരെ പുതിയൊരു സംഭവം കണ്ടിക്കോ. അടിപൊളിയായിട്ടോ റീൽ കാണാൻ. എന്നാലും പോയി കഴിച്ചു കാണാം. ഗൈസ്, നെച്ചിൻ്റെ എനർജി റീചാർജ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. ഒരു ഷവർമ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഷവർമയുടെ അടിപൊളി സാധനം എങ്ങനെ പറ്റവിടെ സെറ്റല്ലേ? റാഷിക്കാന്റെ ഒരു ഫ്രണ്ടിനെ മോട്ടിവേറ്റ് ചെയ്യാം. പെണ്ണ് കാണാൻ പോയ ക്ലിച്ചുണ്ടൻ മാമയത്തിൽ ആരല്ലേ പെണ്ണ് കെട്ടി അവശനായി നിൽക്കുന്ന റാഷിക്കാണ്. അങ്ങോട്ട് നോക്കി. അങ്ങനെ ഞാൻ മാത്രം പെട്ടു. അപ്പോൾ ഓനും പെടണം എന്ന് പറഞ്ഞ് ക്ലിച്ചുണ്ടൻ മാമയത്തിലെ സ്നേഹനെ പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഏതോ ഒരു തന്നെ സ്നേഹ നല്ലോണം പേര് അല്ല, സൗന്ദര്യം മാറിപ്പോയി. സ്നേഹാന്നായിട്ട്. അങ്ങനെ നമ്മളിതാ അതിപ്പോ മച്ചപ്പി നെച്ചുവിനിട്ടാലും വെച്ച് എനിക്കല്ലോ. സോറി നെച്ചോ, അണുക്കായി പോയി കൊണ്ട് സാരല്ല. അല്ലടി, ഞാൻ എന്റെ ഭാഗത്ത് എന്നാലും ആ വിച്ചണക്കായി പോയി. കെട്ടിക്കുടിക്കുന്നല്ലേ? അല്ല അങ്ങനെ 20 മിനിറ്റിന് ശേഷം നമ്മൾ കൗണ്ടറിൽ വന്നായിരുന്നു. 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ചെറുതായിട്ട് എന്നോടൊന്നും മാറിപ്പോയി എൻ്റെ ഇത്. അപ്പം ഞാൻ പറഞ്ഞു ഇതല്ല, അങ്ങനെ ശരിക്കുള്ളത് എടുത്തതാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ സംഭവങ്ങൾ നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റ് നോക്കാം, റിവ്യൂ പറയാം. ഈ ഐറ്റം റീലിൽ കണ്ടിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. കുറച്ച് പിസ്താഷ്യം, കുനാഫയും സ്ട്രോബെറിയും ഒക്കെ മിക്സ് ആയിട്ടുള്ളത്. ഇത് ദുബായ് ചീസ് ബോൾ ആണ്. ബോംബാണ്. കാണാൻ നല്ല ക്യൂട്ട് ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ച ചെറുതാട്ടോ. ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. ഞാൻ തന്നെ ആദ്യം. നീ ടേസ്റ്റ് നോക്കുന്നടി? ഇല്ലല്ല, വിചാരിക്കും പോലെ അങ്ങോട്ട് കൊയിഞ്ഞു വരുന്നില്ല. കാരണം ഗായ്സ് ഇവിടെ പലരും വെയിറ്റിംഗ് ആണ്. ഗായ്സ് ബീലബാൻ തിന്നാത്ത ചില ചങ്ങായിമാരാണ് ആദ്യം തന്നെ കഴിക്കുന്നത്. ഉമ്മക്ക് ഇഷ്ടപ്പെട്ടോ? ഗായ്സ് എടുക്കുന്നു. സൂപ്പർ. ഇനി അടുത്ത നെക്സ്റ്റ് വൺ പിസ്താഷ്യോ വാരി വിതറിയ ഒരു ഐറ്റമാണ്. ഇതിന്റെ ഉള്ളിലോട്ട് നിർത്തണ്ടേ? മേലുള്ള പിസ്താഷ്യോ സെയിം ബട്ട് ഡിഫറെന്റ്. റാഷിക സ്ട്രോബെറി ഒന്നും എടുത്തില്ല ഞങ്ങള്. സ്ട്രോബെറി കൂട്ടി അടിക്കുകയാണ്.
സ്ട്രോബെറി തിന്നുമ്പോ കുറച്ച് ബാലൻസ് ആവുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. ബീലാപ്പാൻ കഴിച്ചിട്ട് നല്ല മത്ത് പിടിച്ചിക്ക് തലക്ക്, കാരണം ഭയങ്കര മധുരം കേട്ടോ. നമുക്ക് കുറേ എണ്ണമൊന്നും വാങ്ങരുത്, ആദ്യം നമ്മളൊന്ന് വാങ്ങി ട്രൈ ചെയ്യണം. കാരണം വേഗം നമുക്ക് ഭയങ്കര മധുരമായതിനെ കൊണ്ട് കൂടുതലൊന്നും കഴിക്കാനാവില്ല, നമ്മളൊക്കെ ബാക്കിയുണ്ട്. ഈ തള്ളയുടെ ഒരു കാര്യം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതാണ്